me Halida and welcome back to my YouTube channel. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞാനുള്ളത് എൻ്റെ ഡോമിലെ എൻ്റെ കോമൺ കിച്ചണിലാണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ച് നിങ്ങൾക്ക് കാണാം, ഒരു കുക്കറി ഷോക്ക് പോലെ. ഇന്ന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ള ഒരു ഹാപ്പി മീൽ, ബാലൻസ്ഡ് ഡയറ്റാണ്, അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ബട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് കറിയല്ല മോരുകറിയും പിന്നെ എന്തെങ്കിലും ഒരു മീൻ വറുത്തതും അച്ചാറും ചമ്മന്തിപ്പൊടിയും പപ്പടമൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് മീലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ അരി ഇതെന്ന് പറയുന്നത് നാട്ടിലെ തഞ്ചാവൂർ പൊന്നി ബോയിൽഡ് റൈസ് ആണ്. ഇതിവിടെ കിട്ടും. ഇത് ഇൻഡോ പാക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇൻഡോ പാക്ക് തന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചെറിയുള്ളി കിട്ടും. അത് നമ്മൾ കുറച്ച് ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ മോരുകറിക്ക് വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ കുഞ്ഞുള്ളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അടുത്തേക്ക് വന്നാൽ കാണിച്ചരാം. കണ്ടോ, ഇങ്ങനത്തെ കുഞ്ഞുള്ളി ഇവിടെ കിട്ടും. ഇത് പക്ഷേ വില്ലീസ് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടുത്തുള്ളവരതാണ്. ആൻഡ് ഇവിടെ കിട്ടുന്ന കുറച്ച് മീനുകൾ ഞാൻ കാണിച്ചുതരാം. ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് കൊഞ്ചനാണ്, വലിയ ആന കൊഞ്ചനാണ്. സോ ഇന്നതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് കല്ലുമ്മക്കായാണ്. സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ 4-5 പ്രാവശ്യം നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 200 ഗ്രാമാണ്. ഇതിന് 200 ഗ്രാമിന് എന്തോ 20-25 ക്രോൺസ് അങ്ങനെ എന്തോ ആണ് റേറ്റ് വരിക. അത്യാവശ്യം ചീപ്പാണ്. ആൻഡ് ഇന്ന് ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ക്രാബ്. ഈ ക്രാബ് എന്ന് പറയുന്നത് ക്രാബിൻ്റെ പേസ്റ്റ് ആക്കിയതിനു ശേഷം സ്റ്റിക്ക് ആക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇതിന് 9 ക്രോൺസ് 9 പോയിന്റ് സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും റേറ്റ് കുറവാണ്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പുറത്ത് വെച്ചാണ്. ആൻഡ് നമുക്ക് ആദ്യം തന്നെ ഈ കൊഞ്ചൻ നമുക്ക് പുരട്ടി വെക്കണം. ഈ കത്തി നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആമസോൺ കത്തിയാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ക്യാരട്ടോ അങ്ങനെ എന്തോ ആണ് പറയാം. അപ്പം അതിൻ്റെ കത്തിയാണ്. അപ്പം നമുക്ക് ആദ്യം ഇത് പുരട്ടാൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മസാല ബോക്സ് ഉണ്ട്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. എനിക്ക് ലിങ്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കും. കുറച്ച് സാധനം കൂടി ഉണ്ട് അതിൻ്റെ അടുത്ത്, അതും കൂടെ ഞാൻ കാണിച്ചുതരാം. ഈ 2 സ്പാച്ചുലകൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ കോറിഡോറിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് ബാക്കിൽ കാണുന്ന പോലെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഈ തവികളും പാത്രങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇത് 2 എണ്ണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ഇത് ഓംലെറ്റ് ടേണറാണ്. ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ നമുക്ക് ചിക്കനൊക്കെ മുറിക്കാൻ അല്ലെങ്കിൽ മീനൊക്കെ മുറിക്കണമെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു കത്രിക, അതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ചോറൊക്കെ കൊരാൻ വേണ്ടിയിട്ടും നമ്മളെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എൻ്റെ കയ്യിൽ ഈ ഒരു കുക്കറുണ്ട്. ഈ കുക്കർ ഞാൻ നാട്ടിൽ നല്ലതാണ് വാങ്ങിയതാണ്. ബട്ട് ഇതിനകത്ത് നമ്മളെടുത്ത് കുറച്ച് റൈസ് ഉണ്ട്, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ വിചാരിക്കണത് ഇതിനകത്ത് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇത് തിളപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് റൈസ് എടുത്തിട്ട് നമുക്ക് അവനിൽ വെച്ചിട്ട്, അവനല്ലല്ലോ മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആദ്യം അതും നമ്മളെ കൊഞ്ചൻ്റെ പരിപാടിയും ചെയ്യട്ടെ. ഇത് ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതേ നമ്മളെ കുക്കറിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. അതേപോലെ നമ്മളെ കൊഞ്ചൻ ഇവിടെ ഞാൻ ഡീഫ്രോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റിനുള്ളിൽ ഡീഫ്രോസ്റ്റ് ആവും. ഇതേ കുറച്ച് കറിവേപ്പില കണ്ടോ, കറിവേപ്പിലയും ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇവിടെ ഇങ്ങനെ ഇൻഡോ പാക്കിൽ ഫ്രോസൺ കറിവേപ്പില വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ നമുക്കൊരു തക്കാളിയും വേണം, ഒരു ഉള്ളിയും വേണം. ഇത് കൊഞ്ചന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇന്ന് ഉണ്ടാക്കാൻ പോണ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡൊന്നും അല്ല. എന്നാലും സാറ്റർഡേ ഒരു സൺഡേ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ സുഖമായിട്ട് നിൽക്കും. അതിൽ കൂടുതൽ നിൽക്കൂടെ. പക്ഷേ 2-3 ദിവസത്തിൽ കൂടുതൽ ഒരേ സാധനം കഴിച്ചാൽ എനിക്ക് മടുക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, നമ്മുടെ തക്കാളിയൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതേപോലെ ഒരു ഉള്ളി മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി കുറേ വേണമെങ്കിൽ കുറേ ഉള്ളി എടുക്കാം. ബട്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു തക്കാളി ഒരു ഉള്ളി എന്നുള്ളതാണ് നമ്മളെ കണക്കെന്ന് പറയുന്നത്. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ചാനലിൽ 2-3 ചാനലൊക്കെ കണ്ടിട്ട് എല്ലാത്തിൽ നിന്നും കൂടെ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചോട്ടെ. ഞാൻ റൂമിൽ നിൽക്കുന്ന കോലത്തിലാണുള്ളത്, അതുകൊണ്ടാണ് ഈ ഒരു കോലം. നമുക്ക് ഉള്ളിയും കട്ട് ചെയ്യണം. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടമുള്ള ഒരു കറിയായിരിക്കും ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ. എന്തോ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് സാമ്പാർ കൂട്ടാനുള്ള ബോധ്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്ന് പറയുന്നത് മോരുകറിയാണ്. മോര് കാച്ചിയത്. അതുണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ വലിയ മെനക്കേടുമില്ല, വലിയ പൈസ ചിലവുമില്ല. ആകെ വേണ്ടത് 2-3 വറ്റൽമുളകാണ്. പിന്നെ യോഗട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കറിവേപ്പില, ചെറിയുള്ളി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പം നമ്മുടെ കൊഞ്ചനൊക്കെ അതേ ഡീഫ്രോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നല്ല സൈസിലാണ് കൊഞ്ചനാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു 2-3 പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടാമെന്നാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് മസാല തേക്കണം. മസാല എന്ന് പറഞ്ഞാൽ വലിയ സാധാരണ മസാല, നമ്മുടെ നാട്ടിൽ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കണ പോലെ മസാല, അല്ലെങ്കിൽ മീനൊക്കെ പരത്തുമ്പോഴുള്ള മസാല. ഞാൻ അതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്യട്ടെ. അപ്പം നമുക്ക് ഇതിനകത്തൊക്കെയുള്ള മസാല ഇടാം. ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ കറക്റ്റ് അളവിലൊന്നുമല്ല ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇട്ടത് മുളക് പൊടി. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം, കുറച്ച് മല്ലിപ്പൊടി ഇടാം, ആൻഡ് കുറച്ച് ഗരം മസാലയും കൂടെ ഇടാം. ആൻഡ് നമുക്ക് ഉപ്പും കൂടെ ഇടാം. ഉപ്പ് ഫുള്ളായിട്ട് ഇടണ്ട, കാരണം ഉള്ളിയിൽ നമ്മൾ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ അന്നേരം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു സ്പൂൺ ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ പരട്ടി പിടിപ്പിക്കാം.
ഒരു 10-20 മിനിറ്റ് എങ്കിലും മിനിമം വെക്കണം. ഓവർനൈറ്റ് ഒക്കെ വെക്കണം എന്നൊക്കെയാണ് വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുക. പക്ഷെ നമുക്ക് ഇപ്പോൾ അതിനൊന്നും സമയമില്ല, കാരണം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. സോ അതെ ഇങ്ങനെ പരട്ടിയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഒക്കെ സെറ്റ് ആക്കട്ടെ. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം ആയിട്ടുണ്ട്. കുഞ്ഞുള്ളി ഇവിടെ ഉണ്ട്, കറിവേപ്പില ദേ ഒക്കെ ഡീഫ്രോസ്റ്റ് ആയി വന്നിട്ടുണ്ട്, വറ്റൽമുളക് ഉണ്ട്, തക്കാളി പഞ്ഞാനായിരുന്നു. ഇനിയിപ്പോൾ ദേ ഈ വലിയ ഉള്ളിയും കൂടെ നമുക്ക് ഒരെണ്ണം അരിഞ്ഞ ഓൾ സെറ്റ്. അപ്പം നമ്മളെ മീൻ അവിടുന്ന് പരട്ടി വെച്ച് അത് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മോരുകറിക്കുള്ള സാധനങ്ങളാക്കാം. അത് ഞാൻ ഒരു കപ്പ് യോഗേർട്ടാണ്, ഇത് ഇവിടെ കിട്ടുന്ന ടൈപ്പ് യോഗേർട്ടാണ് കേട്ടോ. ഒരു കപ്പ് യോഗേർട്ട് നമുക്ക് ഈ പാത്രത്തിലേക്കാണ്. 1 കപ്പാണ് എടുക്കുന്നത്. അതേ അളവിൽ നമുക്ക് വെള്ളം എടുക്കാം. സോ 1 കപ്പ് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് ഈ യോഗേർട്ട്. നമുക്ക് ഇതിനകത്ത് കട്ടൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് കട്ടയൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും കാര്യമൊന്നുമല്ല. അപ്പൊ ഇതിനകത്തെ കട്ടയൊന്നും ഇല്ല. ഞാൻ ഇത് നല്ല അടി കെട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് ഇതിനകത്തേക്ക് കടുകിടാം. ഇത്തിരി കടുക് ഇപ്പൊ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ കടുകിലാണ്. ഓക്കെ, കടുകിട്ടു. ഇനി കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുന്ന ഒച്ച കിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു കുഞ്ഞ് സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിന്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ. പച്ച ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഉപ്പിടാം. അതിനകത്ത് കുറച്ച് ഉപ്പുണ്ട്, കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഓക്കെ, കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള യോഗേർട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. സിമ്പിൾ, കറി റെഡി. അയ്യോ, ഇനി കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ കറി റെഡി. നമ്മൾ മോര് ഒഴിച്ചതിന് ശേഷം അധികം ഇളക്കരുത്, പിരിഞ്ഞു പോകും. 1-2 പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മളെ മോര് കറി ഇസ് റെഡി. ഇനി മോര് കറി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെമ്മീൻ പൊരിക്കാം. അപ്പൊ നമ്മള് ചെമ്മീൻ ഇവിടെ ഉണ്ട്. കൊഞ്ചൻ നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഓരോരോ കൊഞ്ചനായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് 2 സൈഡും ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് ഉള്ളി വട്ടണം. മുഴുവനായിട്ട് ഇപ്പോൾ പൊരിയണ്ട, കാരണം നമ്മൾ പിന്നെ ഉള്ളിലേക്കും തക്കാളിയിലേക്കും ഇതിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കും. തൽക്കാലം ഒരു 2-3 മിനിറ്റ് ഒന്ന് 2 സൈഡും ചെറുതായിട്ടൊന്ന് എന്താ ആയി വരണം. മനസ്സിലായില്ലേ? അത് തന്നെ. ഇത്രയും കൊഞ്ചനാണ് നമുക്കുള്ളത്, ഇത്രയും കൊഞ്ചൻ. അങ്ങനെ നമ്മളെ കൊഞ്ചൻ ഒരു സൈഡ് ചെറുതായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം ഇങ്ങനെ ഒന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കും. തിരിച്ച് മറ്റേ സൈഡിലും ഇതുപോലെ ഒന്ന് കുക്കാവാനുള്ള സമയം കൊടുക്കും. 2 മിനിറ്റ് മതി കേട്ടോ. അത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പൊ അതേ പൊരിച്ച് കൊഞ്ച് ഞാൻ സെയിം പാത്രത്തിലേക്ക് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ചട്ടിയിലേക്ക് കുറച്ച് ഉള്ളി അല്ല, നേരത്തെ ആക്കി വെച്ച ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. എളുപ്പത്തിൽ വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നുള്ളി ഉപ്പിട്ടാൽ മതി. പക്ഷെ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇട്ട് ഉപ്പിത്തിരി അധികമാണോ എനിക്ക് സംശയം. എന്നാലും നമുക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വഴറ്റി വരട്ടെ. ഇപ്പൊ നമ്മൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനകത്തേക്ക് ഒരു തക്കാളി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഇതാണ്. ഇത് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അവസാനം നമുക്ക് കറിവേപ്പില ഇടാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമ്മളെ എരിവിനും ഉപ്പിനും ഒക്കെ അനുസരിച്ചിട്ട് വേണ്ടത് ഇടാം. ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ആൻഡ് കുറച്ച് ഗരം മസാല കൂടെ ഇടുന്നുണ്ട്. ഇത്രയും പൊടികളാണ്. അപ്പം ഇത് നമ്മൾ ശരിക്കും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ബിക്കോസ് എന്താ, ഈ പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ നമ്മളിത് നന്നായിട്ട് ഇതിങ്ങനെ വഴറ്റിയിടണം. ഇപ്പൊ നല്ല മണം വരുന്നുണ്ട്, നല്ല ഗരം മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് എനിക്ക് വായിൽ വെള്ളം വരും. സോ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. ആൻഡ് ഒരു ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ 1/2 കപ്പ് വെള്ളമാണ് എടുത്ത് അതിനൊരു കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ നമുക്ക് ഈ ചെമ്മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാത്തിലും പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അവസാനം ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഉപ്പോ മുളകോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. അതെങ്കിലും അളവൊന്നും പറയാറില്ല. എനിക്ക് തോന്നിയ പോലെ കൈ തോന്നിയ അളവാണ് ഇടാറ്. നല്ല ഭയങ്കര സൈസുള്ള കൊഞ്ചൻസ് ആണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പപ്പടം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അപ്പം നമുക്ക് പപ്പടം എപ്പോഴും ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ചട്ടിയിൽ എണ്ണയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പപ്പടം പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ വറുത്തെടുക്കാം, പപ്പടം ഉണ്ടാക്കാതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതേപോലത്തെ ഒരു പേപ്പർ പ്ലേറ്റ് എടുക്കാം. ഓരോ പ്രാവശ്യം പുതിയത് എടുക്കുന്നു വേണ്ട, പ്രാവശ്യം യൂസ് ചെയ്ത് പിന്നെയും റീയൂസ് ചെയ്യാം. 2 പപ്പടം ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ തടാം. ഇതിപ്പോൾ ഞാൻ തീരെ എണ്ണ ഇല്ലാണ്ട് മൈക്രോവേവിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് വിത്തിൻ 1 മിനിറ്റ് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുക. ആൻഡ് ഒരു 25 സെക്കൻഡ് ഒന്നും വേണ്ട, 20 സെക്കൻഡ് ഒരു സൈഡ് അതാവട്ടെ. സോ അതെ, ഒരു സൈഡ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചു വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ അങ്ങോട്ട് വെച്ചിട്ട് അടുത്തൊരു 15-20 സെക്കൻഡ് കൂടെ വെക്കാം. അപ്പം നമ്മളെ പപ്പടം റെഡിയാവും. നമ്മളെ പപ്പടം ഇവിടെ കണ്ടോ ഇങ്ങനെ വരും. ഇനി ഒരു മിനിറ്റ് ഇതൊന്ന് മാറ്റി അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പം നല്ല കറുമുറ എന്നുള്ള പപ്പടം നമുക്ക് കാണാം. അപ്പോഴത്തേക്ക് അത് പപ്പടം ആകുമ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് നമ്മൾ പ്ലേറ്റിൽ ഫുഡ് സെർവ് ചെയ്യാം. ചോറുണ്ട്, മോരുകറി ഉണ്ട്, ചെമ്മീൻ വറുത്തതുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. സൂപ്പർ മീലാണ്. അപ്പം നമുക്ക് വേഗം പോയിട്ട് പ്ലേറ്റിൽ ഫുഡ് സെർവ് ചെയ്യാം. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചോറാണ് ആഡ് ചെയ്തത്. ചോറെടുത്തു. ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ വറുത്തതെടുക്കാം. ചെമ്മീൻ വറുത്തതെടുത്തു. നമുക്ക് കുറച്ച് മോരുകറി എടുക്കാം. ഇവിടെ വേറെ തവിയൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. നമുക്ക് കുറച്ച് മോരുകറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഇതാണ്. ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. കടൽ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നുള്ള ചമ്മന്തിപ്പൊടിയാണ്. കുറച്ച് ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള, ഇവിടുത്തെ ഇൻഡോപ്പൊക്കെ വാങ്ങിച്ചിട്ടുള്ള നാരങ്ങേൻ്റെ അച്ചാറാണ്. അപ്പോൾ കുറച്ച് നാരങ്ങേൻ്റെ അച്ചാറും കൂടെ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് എൻ്റെ പപ്പടം ഞാൻ നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ചോറ്, ഈ മോരും, ഒരിത്തിരി ചെമ്മീനും ചെമ്മീൻ പൊടിയും അച്ചാറൊക്കെ കൂട്ടി ഒരു കഴിച്ചു നോക്കാം. കൊതി വരുന്നുണ്ടോ? സൂപ്പർ. നല്ലതാണ് കേട്ടോ. കുറച്ച് എന്തിനോ തന്നെ ഉപ്പ് കുറവുണ്ട്, ബട്ട് അത് തന്നെ അടിപൊളിയാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആയിട്ടൊന്നല്ല, പക്ഷെ എനിക്ക് ഇവിടുന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ, വലിയ മെനക്കേടില്ലാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ, എന്നാൽ കുറച്ച് സമയം എടുക്കും, അത്ര ഈസി ഒന്നല്ല, അങ്ങനത്തെ ഒരു മീലാണ്. അതിന് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു മീലാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാൻ. ബൈ.